അടുത്തായിട്ട് നമുക്കുള്ള മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നമ്മൾ പഠിച്ചത് യൂസർ മാനേജ്മെൻറ്റ് കമാൻഡാണ്. നിങ്ങളോട് വൈവോയ്ക്ക് ചോദിക്കുകയാണ് യൂസർ മാനേജ്മെൻറ്റ് ഏതൊക്കെ കമാൻഡ് ഉപയോഗിച്ചുണ്ടെന്ന് ചോദിച്ചാൽ യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ളത്, യൂസറിനെ ചേഞ്ച് ചെയ്യാനുള്ളത്, ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, ഗ്രൂപ്പിൽ ചേഞ്ച് ചെയ്യാനുള്ളത്, യൂസറെ ഡിലീറ്റ് ചെയ്യാനുള്ളത്, ഗ്രൂപ്പിനെ ഡിലീറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ നമുക്ക് ഉപയോഗിച്ച കമാൻഡ്സ്, യൂസർ മാനേജ്മെൻറ്റിൽ വന്ന കമാൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രൂപ്പിന് പാസ്വേഡ് കൊടുക്കാം, പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഇവ കമാൻഡ്സൊക്കെയാണ് നമ്മൾ യൂസർ മാനേജ്മെൻറ്റിൽ പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ച ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിലിപ്പോൾ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ, ഗ്രൂപ്പ് മോഡ്, ഗ്രൂപ്പിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ. ഗ്രൂപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗ്രൂപ്പിൻ്റെ ID മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ യൂസറിനും ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചില ഫയലുകൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. വൈവൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നാനോ ETC passwd എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഈ ഫയലിലാണ് നമ്മൾ യൂസറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ചസ് വരിക. അതുപോലെ തന്നെ വേറെ കമാൻഡുകളാണ് ETC ഗ്രൂപ്പ്സ്. ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, ഗ്രൂപ്പിൽ ഏതൊക്കെ യൂസേഴ്സ് മെമ്പേഴ്സാണ്, അങ്ങനത്തെ ഇൻഫർമേഷനാണ് ആക്ച്വലി ഈ ഗ്രൂപ്പ്സ്, ETC ഗ്രൂപ്പ്സ്. അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ETC ഷാഡോ. അപ്പോൾ ഇങ്ങനത്തെ ഫയലുകളും കൂടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. വൈവയൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ യൂസറിൻ്റെ ഡീറ്റെയിൽ passwd, ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽ ഗ്രൂപ്പ്സ്. ഓക്കെ, നമുക്ക് ഓരോ കമാൻഡ്സ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. Create a user join with home directory. Verify the user created by checking the ETC password file. അപ്പോൾ നമ്മൾ യൂസറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സുഡോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യൂസർ മാനേജ്മെൻറ്റ് കമാൻഡൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സൂപ്പർ യൂസറിൻ്റെ പ്രിവിലേജ് വേണം. അപ്പോൾ അതിന് നമുക്ക് സുഡോ എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ യൂസറിൻ്റെ മുമ്പിലും സുഡോ എന്ന് കൊടുത്തിട്ട് കാര്യമില്ല. സുഡോ എന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ മെമ്പറായിട്ടുള്ള യൂസേഴ്സിൻ്റെ മുമ്പിൽ മാത്രമേ സുഡോ കൊടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മളിപ്പോൾ കറൻ്റ് ലോഗിൻ ചെയ്തിരിക്കുന്ന CTLab ഈസ് എ സൂപ്പർ യൂസർ. അതുകൊണ്ട് നമുക്ക് സുഡോ യൂസറെ ആഡ് ചെയ്യാനായിട്ട് യൂസർ ആഡ്, ദെൻ ഹോം ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് -m, ഏത് ഡയറക്ടറി ആണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് /-d, ദെൻ നമ്മുടെ ഹോം ഡയറക്ടറി ഹോമിൻ്റെ താഴെ ജോയൽ എന്നുള്ള പേരിൽ തന്നെ വേണമെങ്കിൽ ജോയലിനോട് കൊടുക്കാം. ദെൻ ലാസ്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് പേരിലാണ് യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നത്, സുഡോ യൂസർ ആഡ് -m -d. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ CTLabൻ്റെ പാസ്വേഡ് എടുക്കണം. ഓക്കെ, കൊടുക്കേണ്ടത് യൂസർ ആഡ് -m -d, ദെൻ ഹോം യൂസർ നെയിം. ഇപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ജോയൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഗ്രൂപ്പ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഇത് ക്രിയേറ്റ് ആയെന്ന് അറിയാനായിട്ട് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാനായിട്ട് ETC ദെൻ passwd. അപ്പോൾ ആ ഫോൾഡറിൻ്റെ താഴെ നോക്കിയാൽ നമ്മുടെ ഫയൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാം. ജോയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോയിൽ എന്ന് പറഞ്ഞ യൂസർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രൂപ്പും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കാണാം, ജോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പും കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്കുള്ളത് കമാൻഡ് നമ്മളോട് ചോദിക്കേണ്ടത്, ഇനി അസൈൻ എ പാസ്വേഡ് ടു ജോയൽ. ജോയിലിന് പാസ്വേഡ് കൊടുക്കാനായിട്ട് സുഡോ passwd ജോയിലിന് പാസ്വേഡ് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ജോയൽ 1@132 കൊടുത്തു, പാസ്വേഡ് കൊടുത്ത് യൂസറെ ക്രിയേറ്റ് ചെയ്തു, പാസ്വേഡ് സെറ്റ് ചെയ്തു.
ദെൻ ക്രിയേറ്റ് എ യൂസർ മനോജ് എന്നുള്ള യൂസർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്ത് ഡയറക്ടറി മനോജ് DIR എന്നുള്ള പേരിൽ ഒരു ഡയറക്ടറി ഉണ്ടാക്കണം. ഷെല്ല് നമുക്ക് സ്പെസിഫൈ ചെയ്യണം, യൂസർ ID സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ യൂസറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് -m -d ദെൻ മനോജ് DIR എന്ന് പറഞ്ഞ പേരിലാണ് മനോജ് DIR എന്ന് പറഞ്ഞ പേരിൽ ഒരു യൂസർ ഡയറക്ടറി ഉണ്ടാക്കണം. ഷെല്ല് സ്പെസിഫൈ ആയിട്ട് ഷെൽ -s -binൻ്റെ താഴെ ബാഷ് എന്നുള്ള ഡയറക്ടറി ഇതാണ് വേണ്ടത്. പിന്നെ നമുക്ക് യൂസർ ID നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ -u ദെൻ ഒരു നമ്പർ, ഏത് നമ്പർ തൊട്ടിട്ടാണ് യൂസർ ID കൊടുക്കേണ്ടത്. നമ്മൾ അവസാനം ഏത് പേരിലാണ് യൂസർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക. അപ്പോൾ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമുക്കത് വെരിഫൈ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ലെസ് etc പാസ് WD നിങ്ങൾക്ക് കാണാം. മനോജ് എന്നുള്ള യൂസർ ഉണ്ടാക്കി. അതിൻ്റെ യൂസർ ID നോക്കൂ, 1500 ഹോം യൂസറാണ്. ഷെല്ല് ബാഷ് ഷെല്ലാണ്. ദെൻ ചേഞ്ച് യൂസർ നെയിം ടു മനോജ് ടു മനോ. നമുക്ക് യൂസറിൻ്റെ പേര് മാറ്റണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ്, അതായത് യൂസറിന് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് യൂസർ മോഡ്. ഓൾറെഡി ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്തു, അതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പോൾ ഷെല്ല് മാറ്റണം, ഹോം ഡയറക്ടറി മാറ്റണം, അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സുഡോ യൂസർ മോഡ്. ഓക്കെ, സുഡോ യൂസർ മോഡ് -l മനു പുതിയ പേര് കൊടുക്കുക. അവസാനം ഏത് യൂസറിനാണ് ഈ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നിലവിലെ XST എന്നുള്ള നെയിം കൊടുക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി യൂസറിന് മനു എന്ന് പറഞ്ഞ പേരിൽ ലോഗിൻ ചെയ്യാം. ദെൻ നമ്മുടെ മനോജ് എന്നുള്ള പേരിലാണ് യൂസർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഹോം ഡയറക്ടറി എന്തായിരുന്നു? മനോജ് DIR എന്നായിരുന്നു. അപ്പോൾ മനോ എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ആ ഹോം ഡയറക്ടറി മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? -d -m ഓക്കെ, യൂസർ മോഡ് -m -d ഹോമിൻ്റെ താഴെ മനോ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ഡിസേബിൾ ദ യൂസർ. അപ്പോൾ നമുക്ക് ഈ യൂസർ ലോഗിൻ ചെയ്യുന്ന ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് -l -joel യൂസർ ലോഗിൻ ചെയ്തു. ഏത് യൂസറാണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യൂസേഴ്സ് എന്ന് കൊടുത്താൽ ഏത് യൂസറാണ്. ഇപ്പോൾ ജോയൽ എന്നുള്ള യൂസറായിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ മനോജായിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്തില്ല. പാസ്വേഡ് സെറ്റ് ചെയ്യണേ. ദെൻ മനോ എന്ന പേരാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ലോഗിൻ ചെയ്ത് നോക്കാനായിട്ട് -su-മനോ. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് പഴയ യൂസറിലേക്ക് തന്നെ എത്തും, സീറ്റ് ലാബിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് ജോയൽ എന്ന് പറഞ്ഞ യൂസറിനെ ലോക്ക് ചെയ്യുക. ജോയൽ എന്ന് പറഞ്ഞ യൂസറെ ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ സുഡോ യൂസർ മോഡ് -L ആണ്. പിന്നിപ്പോൾ ആ യൂസറായിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കി നോക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെക്കേഷൻ ഫെയിലിയർ എന്ന് പറയും, ലോക്ക് ചെയ്തു. തിരിച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ -u ആണ്, അൺലോക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ലോഗിനായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പരീക്ഷയ്ക്ക് ചെയ്ത് കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വെരിഫൈ ചെയ്യണമെന്നുള്ളത്, ഏത് യൂസറാണ് ലോഗിൻ ചെയ്തതെന്ന് അറിയണം, പാസ്വേഡ് യൂസർ നെയിം ക്രിയേറ്റ് ആയെന്ന് അറിയണം. ഇവ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്.
etc passwd എന്നുള്ള ഫയലിൽ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് who am I എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊരു CTDEPT കൊണ്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, സ്റ്റുഡൻസ് കൊണ്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് sudo യൂസറെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗ്രൂപ്പ് ആഡ്. ഓക്കെ, ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഏത് പേര് ഗ്രൂപ്പിൻ്റെ ID വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ വേറെ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാനില്ലെങ്കിൽ അത് നമ്മളൊന്ന് കൊടുക്കാം. സ്റ്റുഡൻസ് കൊണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, 2 ഗ്രൂപ്പ് ഉണ്ട്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എറർ വരും. ഓക്കെ, അടുത്തത് ആഡ് ജോയിൻ യൂസേഴ്സ് ടു CT ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മുടെ ജോയിൻ എന്ന് പറഞ്ഞ യൂസർ ലോഗിൻ ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ജോയിൻ എന്നുള്ളത് ജോയിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ തന്നെ മെമ്പറാണ്. നമുക്ക് വേറൊരു ഗ്രൂപ്പിനെ കൂടി മെമ്പർ ആക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ യൂസറിൻ്റെ പ്രോപ്പർട്ടി മാറ്റാനാണ്. അതുകൊണ്ട് യൂസർ മോഡ്. ഓക്കെ, ഗ്രൂപ്പിൻ്റെ മെമ്പർഷിപ്പ് മാറ്റാനായിട്ട് -g, ദെൻ ഏത് ഗ്രൂപ്പിലേക്കാണ് നമുക്ക് ജോയിലിനെ ആഡ് ചെയ്യാൻ പറഞ്ഞത്, നമ്മളോട് ജോയിലിനെ നമ്മുടെ CT ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, CTDEPT, ദെൻ ഏത് യൂസറാണ്. അവസാനമാണ് ഏത് യൂസറിന് മാറ്റം വരുത്തുന്നത് എന്നുള്ളത് പറയണത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കൂ, നമ്മുടെ ഗ്രൂപ്പ് മാറി. നേരത്തെ നമ്മൾ ലോഗിൻ ചെയ്തപ്പോൾ ഗ്രൂപ്പ് ജോയിൻ എന്നുള്ള ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഗ്രൂപ്പ്സ് ഏതാന്ന് കൊടുത്തപ്പോൾ CT ഡിപ്പാർട്ട്മെൻറ്റ് മാറി. ഇതുപോലെ നമുക്ക് മനോനെ പിടിച്ച് സ്റ്റുഡൻസിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ sudo യൂസർ മോഡ് -g സ്റ്റുഡൻസ്, ദെൻ ഏത് ഗ്രൂപ്പിലാണ് യൂസറിനെയാണ്, മനോ എന്നുള്ള യൂസറിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് വേറെ തരത്തിലും കാണാം. ലെസ് etc ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം CT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രൂപ്പ്, സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ്. ഓക്കെ, സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പ് ID, ദെൻ ജോയിൽ എന്നൊരു ഗ്രൂപ്പുണ്ട്, മനോജ് എന്നൊരു ഗ്രൂപ്പുണ്ട്, CT ഡിപ്പാർട്ട്മെൻറ്റിനൊരു ഗ്രൂപ്പുണ്ട്, സ്റ്റുഡൻസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ഇങ്ങനെ നമുക്ക് വെരിഫൈ ചെയ്യാം. ഇവിടെ ഉള്ളത് യൂസേഴ്സാണ്, ജോയിൻ എന്നുള്ള യൂസർ. അപ്പോൾ ജോയിൻ എന്നുള്ള യൂസർ ഇപ്പോൾ നോക്കൂ, 1009 എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ മെമ്പറാണ്. 1501 CT ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പാണ് കേട്ടോ. അതുപോലെ മനോ എന്നുള്ളത് 1500 എന്നുള്ള ഗ്രൂപ്പിലും മെമ്പറാണ്. അതുപോലെ 1502 എന്നുള്ള ഗ്രൂപ്പിലും മെമ്പറാണ്. 1500 എന്നുള്ള ഗ്രൂപ്പ് യൂസർ ID, 1502 എന്നുള്ളത് ഗ്രൂപ്പ് ID. ഓക്കെ.